തൃശൂർ പൂരത്തിന് കൊടിയേറി ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടി കയറിയത്. തുടർന്ന് തിരുവമ്പാടി ക്ഷേത്രത്തിലും പാറമേക്കാവിലും കൊടി കയറി. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, രാവിലെ തന്നെ പ്രധാനപ്പെട്ട പങ്കാളിത്തമുള്ള തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടി കയറി. മാത്രമല്ല ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടി കയറിയത്. ഇനി പാറമേക്കാവ് അവിടെയും കൊടി കയറിയിട്ടുണ്ട്. ഇനി ഘടകക്ഷേത്രങ്ങളിൽ കൊടികയറ്റമാണ്. എന്തായാലും പൂരച്ചൂടിലേക്ക് നഗരം തൃശൂർ ഒട്ടാകെ ഉണർന്നു കഴിഞ്ഞു. ആ ഒരു സാഹചര്യം ലക്ഷ്മി, ഇനി പൂരത്തിൻ്റെ ആവേശ നാളുകളാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ച. ഇന്ന് ഘടകക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കൊടിയേറ്റം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ലാലൂർ ക്ഷേത്രത്തിലാണ് ആദ്യമായി കൊടിയേറിയത്. രാവിലെ 8-ന് ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ കൊടികയറി. പിന്നീട് പാറമേക്കാവിലും തിരുവമ്പാടിയിലും കൊടിയേറ്റം നടന്നു. തിരുവമ്പാടിയിൽ പരമ്പരാഗതമായിട്ട് ഇതിൻ്റെ അവകാശികളായിട്ടുള്ള ആശാരിമാർ അവർ തയ്യാറാക്കിയിട്ടുള്ള അടക്കമരം ഉപയോഗിച്ചുള്ള കൊടിമരം അത് തയ്യാറാക്കുകയും പിന്നീട് അതിൽ കൊടി കെട്ടുകയും ഈ കൊടി ഭക്തരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഉയർത്തിയത്. ഇനി മറ്റ് ക്ഷേത്രങ്ങളിൽ കൂടി ഈ കൊടികയറ്റൽ ചടങ്ങുകളുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നടക്കുന്നത് നെയ്തലക്കാവ് ക്ഷേത്രത്തിലാണ്. രാത്രി 8 കൂടിയായിരിക്കും നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടക്കുക. ഇനി അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ പൂരവുമായി ബന്ധപ്പെട്ട പരിപാടികൾ തൃശ്ശൂരിൽ നടക്കും. 17-നാണ് ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഇരുവിഭാഗത്തിൻ്റെ, അതായത് പാറമേക്കാവിൻ്റെയും ഒപ്പം തന്നെ തിരുവമ്പാടികളുടെയും ആനച്ചമയ പ്രദർശനം നടക്കുക. 17-നും 18-നുമായിട്ട് ഈ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ആനച്ചമയ പ്രദർശനം നടക്കും. ഒപ്പം 17-ാം തീയതി പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് കൂടി നടക്കുകയാണ്. 19-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. 19-ാം തീയതി രാവിലെ 6 മണി മുതൽ തന്നെ ഈ ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് തുടങ്ങും. വൈകിട്ടോടുകൂടി പിന്നീട് ഉച്ചയോടുകൂടി ഇലഞ്ഞിത്തറമേളവും വൈകിട്ട് പൂരവും ഒപ്പം കുടമാറ്റമടക്കമുള്ള വിവിധങ്ങളായിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള പരിപാടികളിലേക്ക് കടക്കും. പിറ്റേ ദിവസം, അതായത് 20-ാം തീയതി പുലർച്ചെയാണ് വെടിക്കെട്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഈ ദേവതകളെല്ലാം തന്നെ ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടിയാണ് ഏതായാലും തൃശ്ശൂർ പൂരത്തിന് അവസാനം ഉണ്ടാവുക. ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ പൂരത്തിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർ. യെസ് കിരൺ, ഇടയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആ നാട്ടാന സർക്കുലർ തിരുത്തുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞതായിട്ട് വാർത്തയുണ്ട്. അത് നമ്മൾ പിന്നാലെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആദ്യം അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ പൂരത്തിന് അല്ലെങ്കിൽ പൂരാവേശത്തിന് അതൊരല്പം തടസ്സം സൃഷ്ടിക്കുമോ, അത് ഒരല്പം മങ്ങലേൽപ്പിക്കുമോ എന്നുള്ള രീതിയിൽ അതിപ്പോൾ പൂരപ്രേമികൾക്ക് ആശ്വാസമായിക്കൊണ്ട് വനമന്ത്രിയുടെ അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്തായാലും ഈ പൂരം നടത്തിപ്പുകാരുടെയും ഒപ്പം തന്നെ ആന ഉടമകളുടെയും എല്ലാം ഒരു അടിയന്തര യോഗം ചേരുമെന്ന് അറിയാൻ സാധിച്ചിരുന്നല്ലോ. അത് അങ്ങനെ തന്നെ നടക്കുമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കിട്ടുന്ന ഏറ്റവും പുതിയ ഇപ്പോൾ വനമന്ത്രി കെ ശശീന്ദ്രൻ്റെ ഒരു പ്രതികരണം കൂടി വന്നതോടെ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഈ ഒരു അടിയന്തരമായി ഇവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്നൊക്കെ നേരത്തെ അറിയാൻ സാധിച്ചിരുന്നല്ലോ. ലക്ഷ്മി, ഇന്ന് ഈ യോഗം ചേർന്നിരുന്നു. അതായത് ഇന്ന് ആന ഉടമസ്ഥർ, ഒപ്പം ഈ ഉത്സവ പ്രേമികൾ, കൂടാതെ ആന തൊഴിലാളി ഫെഡറേഷൻ, ഇതിൻ്റെ എല്ലാം തന്നെ ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇന്ന് തൃശ്ശൂരിൽ പ്രധാനമായ ഒരു യോഗം നടന്നത്. വിവാദമായ ഈ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർന്നായിരുന്നു ഇന്ന് ഈ ഒരു യോഗം തൃശ്ശൂരിൽ വെച്ച് നടന്നത്. ഈ യോഗത്തിന് ശേഷം ആദ്യം തന്നെ ഈ സംഘടനകളുടെ ഭാരവാഹികൾ വ്യക്തമാക്കിയ ഒരു കാര്യം, വിവാദ ഉത്തരവ് തിരുത്തിയില്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിനടക്കം ആനകളെ വിട്ടു നൽകില്ല, ആനകളെ പങ്കെടുപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് തൃശ്ശൂർ പൂരം ഇനി വരാൻ പോകുന്നൊരു വലിയ പൂരമാണ്. ഉടനെ തന്നെ, അതായത് 19-ാം തീയതി പൂരം നടക്കുന്നതിന് മുൻപായി തന്നെ ഈ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ തങ്ങൾ ആനകളെ വിട്ടു നൽകില്ല എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ആണ് വനം വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം വന്നത്. വനം മന്ത്രി പറഞ്ഞത്, നിലവിലിപ്പോൾ ഈ വിവാദമായിട്ടുള്ള ഉത്തരവ് അത് തിരുത്തും എന്നുള്ളൊരു കാര്യമാണ്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ഹൈക്കോടതിക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കും. അങ്ങനെയാണെങ്കിൽ, അതായത് മന്ത്രിയുടെ വാക്ക് കണക്കിലെടുത്താൽ, മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഉത്തരവ് തിരുത്തിക്കൊണ്ട് തീരുമാനമായാൽ മാത്രമേ തങ്ങൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ആന ഉടമസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതായത് നിലവിലിപ്പോൾ മന്ത്രി വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് മുഖവിലേക്ക് എടുക്കുന്നു.
എന്നാൽ ഇത് പ്രായോഗിക തലത്തിൽ, അതായത് തൃശ്ശൂർ പൂരത്തിന് മുമ്പായി തന്നെ ഇത് പ്രായോഗിക തലത്തിൽ എത്തിച്ചാൽ മാത്രമേ തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ആന ഉടമസ്ഥരുടെ സംഘടന വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുകയുണ്ടായിരുന്നു. ഏതായാലും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ പറയുന്നതും, ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പൂരപ്രേമികളും നേരത്തെ തന്നെ ഈ ഒരു ആശങ്കയുണ്ടായ സമയത്ത് അവർ പറഞ്ഞിരുന്നൊരു കാര്യം പൂരത്തിന് അത് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ പിന്നീട് മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നൊരു സാഹചര്യത്തിൽ ഈ ആശങ്ക വേണ്ട എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ മന്ത്രിയുടെ വാക്കുകൾ മുഖവിലേക്കെടുക്കുന്നു, വിശ്വസിക്കുന്നു. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഏതായാലും പൂരപ്രേമികളുള്ളത്.